ആണവ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പരസ്പരം കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ വർഷവും അറിയിക്കണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 30 വർഷമായി നടന്നുവരുന്ന കീഴ്വഴക്കത്തിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ ആണവോർജ്ജ പ്ലാന്റുകൾ അടക്കമുള്ളവയുടെ പട്ടിക പരസ്പരം കൈമാറി. ഇന്ത്യയും പാകിസ്ഥാനും രാജ്യത്തെ ആണവ നിലയങ്ങളുടെയും ജയിൽ തടവുകാരുടെയും വിവരങ്ങളും കൈമാറി. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ശിക്ഷാ കാലാവധി കഴിഞ്ഞ് തടവിൽ കഴിയുന്ന പൗരന്മാരുടെ വിവരങ്ങളാണ് കൈമാറിയത്. 1988 ഒപ്പുവച്ച ഉഭയകക്ഷി ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ രാജ്യങ്ങളുടെ ആണവ നിലയങ്ങളുടെ പട്ടിക കൈമാറിയത്. ഇരു രാജ്യങ്ങളിലും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമം 1991 പ്രാബല്യത്തിൽ വന്നത്. ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനുകൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണം കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഒഴിവാക്കുന്നു. ഡൽഹിയിലെയും ഇസ്ലാമാബാദിലെയും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഒരേ സമയം ഇത് കൈമാറിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 1992 ജനുവരി 1 കരാർ പ്രകാരം ആദ്യ ലിസ്റ്റ് കൈമാറുന്നത്. നിലവിൽ തുടർച്ചയായ 33-ാം വർഷമാണ് ഈ പട്ടിക പരസ്പരം കൈമാറുന്നത്. അതോടൊപ്പം തന്നെ ശിക്ഷ കഴിഞ്ഞും ജയിലിൽ കഴിയുന്ന 184 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ തിരികെ അയക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃത തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളും വിട്ടയക്കണമെന്ന് ഇന്ത്യ നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. അതിനു പുറമെ പാകിസ്ഥാനിൽ തടവിൽ കഴിയുന്ന ഇന്ത്യക്കാരായ 12 സിവിലിയൻ തടവുകാർക്ക് നയതന്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനോ ബന്ധപ്പെടുന്നതിനോ ഉള്ള സാഹചര്യം ഒരുക്കണമെന്നും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മോചനം കാത്തിരിക്കുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്താനും ഇന്ത്യ പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ പൗരത്വമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 65 പേരുടെ പൗരത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തുള്ള എല്ലാ തടവുകാർക്കും മാനുഷിക പരിഗണന ഉറപ്പാക്കണമെന്നും ഇന്ത്യ അറിയിച്ചു. കോൺസുലാർ ആക്സസ് സംബന്ധിച്ച് 2008 കരാർ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ജനുവരി 1, ജൂലൈ 1 തീയതികളിൽ ഇത്തരത്തിൽ ലിസ്റ്റുകൾ കൈമാറും. ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ പൗരന്മാരെന്ന് കരുതുന്ന 37 സിവിലിയൻ തടവുകാരുടെയും 81 മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികയാണ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്. അതിനിടെ മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുടെ അപേക്ഷ പാകിസ്ഥാൻ സ്വീകരിച്ചെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹറ ബലോച്ച്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൈമാറൽ ഉഭയകക്ഷി ഉടമ്പടി നിലവിലില്ലെന്നും പാകിസ്ഥാൻ വക്താവ് വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അധികൃതരിൽ നിന്ന് പാകിസ്ഥാൻ അപേക്ഷ ലഭിച്ചിട്ടുണ്ടെന്ന് മുംതാസ് സഹറ ബലോച്ച് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രത്യേക കേസിൽ വിചാരണ ചെയ്യുന്നതിനായി ഹാഫിസ് സയ്യിദിനെ ഇന്ത്യക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അരിന്ദം ബാഗ്ചിയും സ്ഥിരീകരിച്ചു. ഹാഫിസ് സയ്യിദ് ഇന്ത്യയിൽ നിരവധി കേസുകളിൽ തിരയുന്നയാളാണ്. UN ഭീകരവാദിയായി പ്രഖ്യാപിച്ചയാളാണ് ഹാഫിസ് സയ്യിദ്. ഇക്കാര്യം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ഒരു പ്രത്യേക കേസിൽ വിചാരണ നേരിടുന്നതിനായി ഇയാളെ ഇന്ത്യയിലേക്ക് കൈമാറാൻ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്നും ഇന്ത്യൻ വക്താവ് പറഞ്ഞു. ഭീകരനായ ഹാഫിസ് സയ്യിദ് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപകനും രാജ്യത്തെ ഞെട്ടിച്ച 26/11 ആക്രമണത്തിന്റെ സൂത്രധാരനുമാണ്. പാകിസ്ഥാനിൽ 2019 ജൂലൈ 17 മുതൽ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് ഹാഫിസ് സയ്യിദിനെ 2022 ഏപ്രിൽ പാകിസ്ഥാനിലെ ലാഹോറിലെ പ്രത്യേക തീവ്രവാദ വിരുദ്ധ കോടതി തീവ്രവാദത്തിന് ധനസഹായം നൽകിയതിന് 33 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. 2000-കളിൽ UN-ഉം യൂറോപ്യൻ യൂണിയനും തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തുകയോ കൈമാറുകയോ ചെയ്തില്ല. 2008 UN സുരക്ഷാ കൌൺസിൽ സയ്യിദിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്കെതിരെ വിദ്വേഷം പരത്താനുള്ള ശ്രമവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ ജമ്മുകാശ്മീരിലെ ജനങ്ങളെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് അസീം മുനീറിന്റെ പ്രസ്താവന. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നതിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് അസീം മുനീർ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.